ഞാൻ പൊയ്ക്കോട്ടെ? എങ്ങോട്ട്? രവിയേട്ടൻ എവിടെയും പോയാൻ ഞാൻ സമ്മതിക്കില്ല. എത്ര നാൾ നീ എന്നെ ഇങ്ങനെ വിളിച്ച് താമസിപ്പിക്കും? വേണ്ട ശശി. പോകാൻ വൈകും തോറും എന്റെ ജോലി കൂടുതൽ പ്രയാസമുള്ളതായി തീരും. ഇനി ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കും അപകടമാണ്. അതൊന്നും സാരമില്ല, ഒരു അപകടം വരില്ല. എന്താ ശശി ഇത് കൊച്ചുകുട്ടികളെ പോലെ? പോലീസിന്റെ പിടിയിലാകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ജോലി കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ ജയിൽ ചാടി വന്നത് തന്നെ അതിനാണ്. എന്താ തീർക്കാനുള്ള ജോലി? ആ കഥകളൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിയമത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും എന്നെ രക്ഷപ്പെടുത്താൻ ആ കഥകൾക്ക് ഇനി ശക്തിയില്ല, തെളിവില്ല, സാക്ഷികളില്ല. എന്റെ മനസ്സാക്ഷിയുടെ സാക്ഷിമൊഴി ആര് വിശ്വസിക്കാൻ? ഒരു കോടതിയും വിശ്വസിച്ചില്ലെങ്കിലും രവിയേട്ടന്റെ മനസാക്ഷിയെ എനിക്ക് വിശ്വാസമാണ്. ആ കഥകളൊന്നും അറിയാതെ തന്നെ ഞാൻ രവിയേട്ടനെ വിശ്വസിച്ചില്ലേ? എന്നോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞൂടെ? എന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു. ഭാരിച്ച സ്വത്തുക്കൾ, കൂട്ടുകാർ, നിയന്ത്രിക്കാൻ ആരുമില്ല. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടികൾക്ക് കണക്കില്ല. അതിലവസാനത്തെ ആളായിരുന്നു മേഴ്സി. മറ്റു പെൺകുട്ടികളെ പോലെ എന്റെ ബെഡ്റൂമിലേക്കല്ല മേഴ്സി കടന്നു വന്നത്, എന്റെ ഹൃദയത്തിലേക്കായിരുന്നു. ശശി എന്നെക്കുറിച്ച് പത്രത്തിൽ എഴുതിയ കഥയിൽ മേഴ്സി എന്റെ കമ്പനിയിൽ ഒരു മോഡലായി എത്തുന്നതുവരെ ശരിയാണ്. സെപ്റ്റംബർ 5-ാം തീയതി അന്നാണ് മേഴ്സി ആദ്യമായിട്ട് എന്റെ കമ്പനിയിലെത്തുന്നത്. നല്ലൊരു ആർട്ടിസ്റ്റും വിഷ്വലൈസുമായിരുന്നുവെങ്കിലും ഒരിക്കലും ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ല. സമർത്ഥനായ ഒരു ഫോട്ടോഗ്രാഫർ അന്ന് എനിക്ക് വേണ്ടി പാർട്ട് ടൈം ജോലി ചെയ്യാൻ എത്തുമായിരുന്നു. മിസ്റ്റർ അജിത്. അജിത്തോ? അതെ, ശശി ജോലി ചെയ്യുന്ന കേരളരമയിലെ പ്രസ് ഫോട്ടോഗ്രാഫർ. അവനായിരുന്നു അന്ന് മേഴ്സിയുടെ ഫോട്ടോകൾ എടുത്തിരുന്നത്. It's right. Sit down. ആ മുടി കുറച്ചുകൂടെ വിതിർത്തിയിട്ട്. ചിന്താ. ആ തിരിഞ്ഞു തിരിഞ്ഞ തിരിഞ്ഞ കുറച്ചങ്ങോട്ട് തിരി പൈസ അങ്ങോട്ട് തിരി. ആ താൻ കുറച്ചുകൂടെ പുറകോട്ടെ. അനക്ക് നിൽക്കൊന്നൂടെ കുറച്ച് തിരിഞ്ഞേ. അത് ആ Look at me. എങ്ങനെയുണ്ട്? കൊച്ചു കൊള്ളാമല്ലോ ആശാനെ. അത് കൊള്ളാം. ഒരു മാസമായിട്ടെന്ന് എനിക്കിത് ഇപ്പോഴാണ് തോന്നുന്നത്. നല്ല മുടി, കരിങ്കൂവള കണ്ണുകൾ, നീണ്ട മൂക്ക്, ചുംബിക്കാൻ വേണ്ടി മാത്രം, ചുംബിക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ച ചുണ്ട്. ഇത്രയൊക്കെ കറക്റ്റായ സ്ഥിതിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഏത് ഭാഗ്യവാനാണോ വിധിച്ചിരിക്കുന്നത്. ദൈവമേ, എനിക്കായിരിക്കണേ. ഏതായാലും തനിക്കല്ല. എന്താ ഇത്ര ഉറപ്പ്? സത്യം പറയണോ ആശാനെ? ആശ ഉപ്പ് നോക്കിയോ? കണ്ടോ ആ ചിരി കണ്ടോ? ആശ നോക്കി, എനിക്ക് ഉറപ്പാ. എങ്ങനെയാണ്? ഒന്ന് പോടോ, എനിക്കതാണോ ഇവിടെ പണി. വരട്ടെ, നമുക്ക് നോക്കാം. ലൈറ്റ്സ് ഓൺ. കുറച്ച് ലെഫ്റ്റ്, കുറച്ചുകൂടെ, അല്പം റൈറ്റ്, കുറച്ചുകൂടെ. പറഞ്ഞാലും കേൾക്കത്തില്ല. ഇങ്ങനെ. അജിത് പ്ലീസ്, എങ്ങനെ പോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. ഓ, ശരീരത്തിൽ തുടങ്ങുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ നോക്കിയില്ലേ മോഡലിംഗ് നടക്കത്തില്ല. കുറച്ച്. ഓക്കെ, ഫൈൻ. തീർന്നു. ഏയ്, ഇനി ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. എനി മോഡേൺ ഡ്രസ്,
സ്വല്പ സെക്സിയായിരുന്നു. അതായത് സുന്ദരിയായ ഒരു യുവതി കയ്യിൽ ഒരു റോസാ പുഷ്പവുമായി ഇങ്ങനെ നിൽക്കുന്നു. എന്റെ മൃദുലമായ ചർമ്മത്തെ സംരക്ഷിക്കുന്നത് സാക്സോസ് കോൾഡ് ക്രീം. സാർ ലൈറ്റ്സ് ഓഫ് ചെയ്യട്ടെ. താൻ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണോ? എയർപോർട്ടിൽ പോണ്ടേ? മണി 11 കഴിഞ്ഞ് രവികുമാരില്ലേ? കമാൺ ഹറി അപ്പ് ക്വിക്ക്. സ്പീക്കിംഗ്. ഗുഡ് മോർണിംഗ് സാർ. എന്താ സാർ രാവിലെ? രാവിലെ തന്നെ മിസ്റ്റർ വർമ്മയെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ പോവുക. ഇന്ന് അത്യാവശ്യമായിട്ട് ഒരു ഡിസൈൻ വേണം. അല്ലെങ്കിൽ ഇത് വേറെ. ഇന്ന് രാവിലെ ആ സ്പേസ് കൺഫേം ചെയ്ത് കിട്ടിയത്. നിങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി അല്ലേ? ഇന്ത്യ വൈഡായിട്ട് ഒരു ഡിസൈൻ വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. പക്ഷെ ഇന്ന് 5 മണിക്ക് മുമ്പ് സാധനം കിട്ടണം. അല്ലെ സ്പേസ് വേറെ ആണുങ്ങൾ കൊണ്ടുപോകും. സാർ എന്തായി പറയുന്നേ? നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. മേഴ്സി മാത്രം വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അജിത്തിനെ കിട്ടണ്ടേ? അയാളാണെങ്കിൽ സ്ഥലത്തില്ല. അയ്യോ, എനിക്ക് എടുക്കാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാൻ സാധാരണ ഫോട്ടോ എടുക്കാറില്ല. ഞാൻ എടുക്കാം. എന്നാലും 5 മണിക്ക് മുമ്പെന്ന് പറയുമ്പോ ഇപ്പൊ തന്നെ 10 മണിയായി. ഇനി ഫോട്ടോ എടുത്ത് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഇട്ട് ഡിസൈൻ ചെയ്ത് വരുമ്പോ ഇനി ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സർ. ഓക്കെ സർ, താങ്ക്സ്. എന്താടോ ഇത്? മണി 10 ആയല്ലോ. 9 മണിയാണ് ഓഫീസ് ടൈം. അത് ഇത്രയും കാലമായിട്ട് അറിയില്ലേ? പോയി ഡ്രസ് ചെയ്യ്. സാർ, എന്താ? എനിക്ക് ഇന്നു മുതൽ 2 ദിവസത്തെ ലീവ് വേണം. ഓ. അപ്പച്ചന് സുഖമില്ലെന്ന് വീട്ടിൽ നിന്ന് ടെലിഗ്രാം വന്നിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് രൂപയും. അത്യാവശ്യമായിട്ടൊരു ജോലി വന്നപ്പോ എല്ലാവർക്കും ലീവായി ടെലിഗ്രാമായി. എത്ര മണിക്കാ തന്നെ ട്രെയിൻ? 11-ന്. അത് കഴിഞ്ഞോ? 1:30-ക്ക്. 1:30 ട്രെയിന് പോയാൽ മതി. പോവാൻ ചേഞ്ച് ഒരു ഡ്രസ്. പറഞ്ഞത് കേട്ടില്ലേ? മഞ്ഞ സാരിയിൽ ചുവന്ന ബോർഡർ. ചെല്ല്. ആ പയ്യനോട് ലൈറ്റ് അപ്പ് ചെയ്ത് വെക്കാൻ പറ. ഇത് എവിടെ നോക്കിയാണോ ആ മേക്കപ്പ് ചെയ്യുന്നത്? ഈ സ്റ്റുഡിയോയിലെ കാര്യം മുഴുവൻ എന്റെ മുഖത്തുണ്ടല്ലോ. തോമസേ, ഇവിടെ അജബൈ. ലൈറ്റ് കൊടുത്ത് നോക്കി. മതി മതി. റെഡി. ജനറേറ്ററിലോ? ഉണ്ട്. എന്ന് ഓൺ ചെയ്യടോ. കറണ്ട് പോകാൻ കണ്ടൊരു സമയം. താനിത് എവിടെ നോക്കിയിരിക്കുക? ഇനി ആ ജനറേറ്റർ കൂടെ ഓഫ് ആകാൻ കാത്തിരിക്കായിരിക്കും. കമോൺ, ഗെറ്റ് റെഡി. കുറച്ച് ലെഫ്റ്റ്. താരം നേരെ. റെഡി. ഫേസ് കുറച്ചൊരു ലെഫ്റ്റ് തിരിച്ച്. മതി. സ്മൈൽ. ഇരിക്കാൻ. സ്മൈൽ ഐ സേ. ചിരിക്കാനാ പറഞ്ഞത്? ചിരിക്കാനല്ലേ പറഞ്ഞത്? Get out. I say get out. അയ്യോ, മനസ്സിൽ ഇത് വെച്ചോ.
ഐ എം സോറി. മേഴ്സി പിന്നീട് ഒരിക്കലും മടങ്ങി വരില്ല എന്നായിരുന്നു എന്റെ ധാരണ. പക്ഷേ കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ മടങ്ങി വന്നു, ഒന്നും സംഭവിക്കാത്തതുപോലെ. കുറച്ച് ദിവസത്തേക്ക് എനിക്ക് മേഴ്സിയെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ഞാനറിയാതെ എന്റെ മനസ്സ് അവളുമായി അടുക്കുകയായിരുന്നു. ആദ്യം എനിക്ക് അവളോട് സഹതാപവും അവൾക്ക് എന്നോട് ഭയവുമായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് ഞങ്ങൾ അകലാനാവാത്ത വിധം അടുത്തുപോയി എന്ന്. ശശി പത്രത്തിൽ എഴുതിയതുപോലെ മാർക്കറ്റുള്ള ഒരു മോഡലിനെ പാട്ടിലാക്കുകയായിരുന്നില്ല എന്റെ ലക്ഷ്യം. വിവാഹത്തിന് ശേഷം ഒരിക്കലും മോഡൽ ചെയ്യണമെന്ന് ഞാൻ മേഴ്സിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. മേഴ്സി ചെയ്തിട്ടുമില്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, അതെന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഹലോ, എന്താണ് പരിപാടി? ഫോൺ ബെല്ലടിക്കാൻ കുറെ നേരമായല്ലോ. ചുമ്മാ നോണ പറയാതെ രവിയേട്ട. ആകെ 2 ബെല്ലടിച്ചു, 3ാമത്തെ ഞാൻ എടുക്കുകയും ചെയ്തു. താനവിടെ എന്താ ചെയ്യുന്നേ? ഒന്നും മിണ്ടാനും പറയാനും കൂടെ ഇവിടെ ആരുമില്ല. ആകെ ബോറടി. നല്ല ഭാര്യമാരൊക്കെ അങ്ങനാ. പകല് കാര്യമായിട്ട് പണിയൊന്നും കാണുകയില്ല, പിന്നെ രാത്രി ഛീ, നല്ല വാക്കും നന്നാക്കിന്ന് വരത്തില്ലേ? അത് പിന്നെ നല്ല കാര്യമല്ലേ? അല്ല പിന്നെ അതുകൊട്ടെ, ഞാനിന്ന് 5 മണിക്ക് അവിടെ വരും. മോണ. അതേടോ, നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പോകുന്നു. ഇപ്പൊ തന്നെ 4:30 ആയല്ലോ. നേരാണ് രവിയേട്ട. ഭർത്താവിനെ വിശ്വസിക്കൂ കുട്ടി. ഒരു ചെറിയ പണിയും കൂടെ ചെയ്തു തീർത്തു കഴിഞ്ഞാൽ ഞാൻ സ്വയം അവിടെ എത്തും. ദൈവത്തെ ഓർത്ത് താനത് കുളിച്ച് റെഡിയായിട്ട് നിൽക്കണേ. ഗുഡ് ഈവനിങ് മേഴ്സി. സോറി, മിസ്സസ് മേഴ്സി രവിവർമ്മ. അജിത്തിനെ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. വരൂ. സമയം കിട്ടണ്ടേ? അവിടെ പത്രത്തിലാണെങ്കിൽ ഒരു 100 കൂട്ടം പണിയാ. അതിനിടയ്ക്ക് ഉത്തരേന്ത്യയിൽ ഉദരഞ്ഞെടുത്തു. ഒരാഴ്ച അവിടെയായിരുന്നു. ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ. അജിത്ത് ഇരിക്കൂ, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. രവി ഇപ്പൊ വരില്ലല്ലോ. അരമണിക്കൂറിനുള്ളിൽ വരും. എന്താ? അരമണിക്കൂർ നല്ലൊരു ഗ്യാപ്പാ. ഈ ഫോട്ടോ എങ്ങനെയാണ് നോക്ക്. എങ്ങനെയുണ്ട്? നന്നായില്ലല്ലേ? അതെ, ആരുമില്ലാത്തപ്പോ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല പോസ് ചെയ്തെടുത്താല് പടം നന്നാവും. അല്ലാതെ ഡ്രസ്സിംഗ് റൂമില് അത് ആളറിയാതെ പടം എടുക്കാന്ന് വെച്ചാ വലിയ പാടാ. നിങ്ങൾ എന്തിനാ ഇപ്പോ ഈ പടവും കൊണ്ട് ഇവിടെ വന്നത്? മേഴ്സിയെ കാണിക്കാൻ. പിന്നെ രവിയെ ഇത് കാണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മേഴ്സിയാ. കാണിക്കണോ? Get out. അത് മേഴ്സിയുടെ വിവരക്കേട് കൊണ്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം. ഈ ഫോട്ടോ കീറിക്കളഞ്ഞാൽ നെഗറ്റീവ് എന്റെ കയ്യിലില്ലേ? ആ, വളച്ചുകെട്ടില്ലാതെ കാര്യം ഒന്ന് പറയാം. ഞാൻ ആഗ്രഹിച്ചതൊന്നും എന്റെ കൈവിട്ട് പോയിട്ടില്ല, നീ ഒഴികെ. രവിവർമ്മയുടെ ഭാര്യയായി ആയുഷ്കാലം മുഴുവൻ നിനക്കിവിടെ കഴിയും. പക്ഷേ ഒരു ദിവസം, ഒരൊറ്റ പ്രാവശ്യം, എന്താ മനസ്സിലായില്ലേ? ഒരു ചാട്ടത്തിന് നോ എന്നൊന്നും കയറി പറയണ്ട. നല്ലോണം ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഉത്തരം നോ എന്നാണെങ്കിൽ ഓർത്തോളൂ. ഈ ഫോട്ടോസ് എല്ലാം രവിവർമ്മ കാണും. രവിവർമ്മ മാത്രമല്ല, ഈ നാട്ടുകാർ മുഴുവനും. ആ, രവി ഒന്നും തോന്നുന്നു. തൽക്കാലം ഈ ഫോട്ടോസ് ഒന്നും രവി കണ്ടല്ലേ? താനത് എവിടെയാണോ? മധ്യപ്രദേശത്തെ കണ്ടു കിടന്ന് ചത്തുവെന്നാണല്ലോ പത്രക്കാർ പറയുന്നത്. ഞാനൊന്ന് ചത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ട് ഇവിടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം തനിക്കല്ലേ ഉള്ളൂ. ഒക്കെ വിശദമായി ചോദിച്ചറിയാന്ന് വിചാരിച്ചു വന്നതാ. ഇയാൾക്ക് ചായ കൊടുത്തില്ലേ? ഓ വേണ്ട,
താനുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അപ്പൊ മിസ്സിസ് പറഞ്ഞു വരാൻ വൈകുമെന്ന്. ഞാൻ 5 മണിക്ക് വരുമെന്ന് ഇവിടെ പറഞ്ഞില്ലേ? അല്ലേ, അത് ആശാന്റെ 5 മണി എന്നൊക്കെ പറഞ്ഞ പഴയ കണക്കില്. ആ പഴയ കണക്കൊക്കെ പോയി, ഇപ്പൊ പുതിയ കണക്കാണ് അല്ലേ മെസ്സി? ഞങ്ങൾ യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പോകുന്നു. താൻ വരുന്നോ? വരുന്നില്ല. ടിക്കറ്റ് 2 പേർക്കല്ലേ ഉള്ളൂ. തനിക്ക് അവിടെ ചെന്ന് എടുക്കാമല്ലോ. വേണ്ട, ഫോർമാലിറ്റീസിന് നന്ദി. ഹാവ് എ വെരി നൈസ് ഈവനിങ്. ഗുഡ് ബൈ. ചെലുതേ. മെസ്സി, മെസ്സി, എന്താ രവിയേട്ടാ? തനിക്കിത് എന്ത് പറ്റി? ഒന്നുമില്ല. നോ, സംതിങ് റോങ്. പ്രോഗ്രാമിന് പോയപ്പോഴേ ഞാനിത് ശ്രദ്ധിച്ചു. ആകെ ഒരു മൂട വിട്ട്. ഒന്നുമില്ലെന്നേ, രവിയേട്ടന് വെറുതെ തോന്നുന്നതാ. അല്ല, മുഖം കണ്ടാൽ അറിയാമല്ലോ. കുറെ ദിവസമായില്ലേ ഞാൻ ഈ മുഖം കാണാൻ തുടങ്ങിയിട്ട്. വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പണത്തിനോ മറ്റോ? എന്ത് വിഷമുണ്ടെങ്കിലും മേഴ്സിക്ക് എന്നോട് തുറന്നു പറയാം. ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ളവരാരെയും കണ്ടിട്ടില്ലെങ്കിലും അവർക്ക് ഞാൻ അന്യനൊന്നുമല്ലല്ലോ. ഒന്നുമില്ല രവിയേട്ടാ. ഉറപ്പാണല്ലോ? ഹലോ. ആ, ആളാരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. സ്വീറ്റ് ഡ്രീംസ്. രാവിലെ എഴുന്നേറ്റിട്ടും എന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. ആ, എന്താ ഒന്നും മിണ്ടാത്തത്? അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോണിലൂടെ പറയാനേ കൊള്ളത്തില്ല. വൃത്തികേട്. ഞാൻ അങ്ങോട്ട് വന്ന് സ്വകാര്യമായി പറയാം. അജിത്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ ജീവിതം തകർക്കരുത്. അയ്യോ, ജീവിതം തകരാതിരിക്കാനുള്ള മാർഗമല്ലേ ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പൊ മേഴ്സിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു വെച്ചു. പിന്നെ എനിക്ക് ജോലിയാവും. ആ നെഗറ്റീവ് എല്ലാം എടുത്ത് പ്രിന്റ് ഇടണം, രവിവർമ്മയെ കാണിക്കണം. അതൊക്കെ വലിയ മെനക്കെടാ. അജിത് പ്ലീസ്. ആ, അതാ ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ താൻ ഇങ്ങോട്ട് വാ. ഞാന് ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ 13-ാം നമ്പർ മുറിയിലുണ്ടാവും. ഓക്കെ? ഇതാര്? മേഴ്സിയോ? വാ 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 വാ. സത്യം പറയാമല്ലോ, മേഴ്സി വരുമെന്ന് ഞാൻ ഓർത്തില്ല. ഇതെന്താ? ഇതൊരുപാട് കാശുണ്ടല്ലോ. എനിക്ക് തരാൻ കൊണ്ടുവന്നതായിരിക്കും. ഞാൻ ചോദിച്ചില്ലെങ്കിലും മേഴ്സി എന്റെ ബുദ്ധിമുട്ടറിഞ്ഞ് കൊണ്ടു തന്നല്ലോ. താങ്ക്സ്. വന്ന കാലം നിൽക്കാതെ ഇരിക്കും മേഴ്സി. അനേറ്റു തരൂ, എനിക്ക് പോണം. അപ്പൊ ഞാൻ ചോദിച്ച കാര്യം? അത് സാധിക്കുമെന്ന് നീ ഒരിക്കലും കരുതണ്ട. ഞാനിന്നൊരു ഭാര്യയാണ്. അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെ ഒരു... അയ്യോ, കഠിനമായ വാക്കുകളൊന്നും പ്രയോഗിക്കല്ലേ. തിരിച്ചെടുക്കാൻ പറ്റാതെ വരും. കാം ഡൗൺ ബേബി, കാം ഡൗൺ. മേഴ്സി, മേഴ്സി. എന്താ ആശാനെ ഹോട്ടലിന്റെ മുന്നിൽ നിന്നൊരു തിരുവാരക്കളി? ആ, താനോ? ഒരു പെൺകൊച്ച് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. കണ്ടിട്ട് മേഴ്സിയെ പോലെ ഇരിക്കും. വേറെ ആരെങ്കിലും ആയിരിക്കും. മേഴ്സിയോ? ഞാൻ ഉണ്ടായിരുന്നല്ലോ ഇത്രയും നേരം ഇവിടെ. അത് വേറെ വലുതായിരിക്കും. എടോ, കാണുന്ന പെമ്പിള്ളേരെല്ലാം സ്വന്തം ഭാര്യമാരെന്ന് തോന്നുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല. പോടെ ഓടുന്നു. അല്ല, താനെന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ശരി, കാണാം. ഓക്കെ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ശങ്കർലാലിന്റെ മുറി ഏതാ? ഡബിൾസൺ അല്ലേ? അതെ. സാറിന്റെ വൈഫ് ഇപ്പോഴും മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. എന്താ? അല്ല, അജിത് സാറിന്റെ കൂടെ മുറി കണ്ടപ്പോ ഞാനോർത്ത് വല്ല ഫോട്ടോ എടുക്കാനും മറ്റോ വന്നതാണെന്ന്.